സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഇന്ന് ഇവിടെ എല്ലാവരും സന്നിധരായിരിക്കുന്നത് SNDPയുടെ 35ാമത്തെ ഫൗണ്ടേഷൻ ഡേയോട് അനുബന്ധിച്ച് നടക്കുന്ന കലാവിരുന്നിനെ കാണുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനുമാണ്. 35 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് ആൾക്കാരുടെ അവരുടെ അർപ്പണ മനോഭാവത്തോടും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ഒരുമയാണ് നമ്മളിന്നിവിടെ ഇരിക്കുന്ന ഈ ഇരിപ്പിടവും അതുപോലെ തന്നെ ഈ ഗുരുമന്ദിരവും. ഇന്ന് ഇങ്ങനെ നമുക്കിവിടെ ഇരിക്കാനായിട്ട് സാഹചര്യം ഉണ്ടാക്കി തന്ന എല്ലാവരെയും ഈ ഒരു നിമിഷത്തിൽ സ്നേഹത്തോടു കൂടി തന്നെ ഓർക്കുകയും അവർക്ക് വേണ്ടി ഒരു നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ പേരിലും അതുപോലെ തന്നെ SNDP ശാഖ 3454 പേരിൽ. സമയം ഒത്തിരി കളയുന്നില്ല, ഓൾറെഡി ലേറ്റാണ്. നമ്മുടെ ഈ കലാവിരുന്ന് തുടങ്ങുന്നതിനായിട്ട് ആദ്യം തന്നെ ദീപാർപ്പണമാണ്. ദീപം അർപ്പിക്കുന്നതിനായിട്ട് SNDPയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ശ്രീ ഭരതൻ സാറും മുരളി അങ്കിളും പിന്നെ ആൻറ്റി ഷാജി അങ്കിളിനെയും ക്ഷണിക്കുന്നു. തസ്മൈ ശ്രീ ഗുരവേ നമഃ. വന്ദനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം വിനായക വന്ദനത്തോടുകൂടി തന്നെ തുടങ്ങുകയാണ്. വിനായക വന്ദനത്തിനായിട്ട് ഞാൻ ഈ സ്റ്റേജിലേക്ക് ശ്രീമതി ഗ്രീഷ്മ കൃഷ്ണനെ ക്ഷണിക്കുന്നു.
എന്താണെങ്കിലും മുല്ലപ്പൂമ്പൊടിയൊക്കെ എടുക്കും കല്യാണ സൗരഭ്യം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഭാവഗായകനെയാണ് ക്ഷണിക്കുന്നത്. വിഷു പ്രമാണിച്ച് എന്താണെങ്കിലും കൃഷ്ണൻ്റെ ഒരു പാട്ട് പാടിയില്ലെങ്കിൽ പിന്നെ കൃഷ്ണന് സങ്കടമായിരുന്നു. എന്നാൽ നമ്മുടെ ഭാവഗായകനെ തന്നെ വിളിക്കാം. ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ ഗിരീഷ് കൃഷ്ണൻ. ഹലോ Thank you.
കണ്ണന് കൈ നിറയെ വെണ്ണ കൊടുത്ത ആള് നമുക്ക് മനസ്സ് നിറയെ വെണ്ണ വന്നില്ലേ, ഇപ്പൊ ഒരു കൈകൂടി കൂടി ആവാം. അടുത്തതായിട്ട് ഗുരു വന്ദനമാണ്.
താങ്ക് യു. ഇത്രയും നേരം നമ്മൾ പാട്ടാണ് കേട്ടത്. ഇനി നമ്മുടെ അപ്കമിങ് സൂപ്പർ സ്റ്റാറായ കുട്ടികളുടെ ഡാൻസിലേക്കാണ് നമുക്കിനി കിടക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ വിളിക്കുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അദ്വൈത് കെ സോമനെയാണ് സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കുക. വിളിക്കല്ലേ അത്ര അവരിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ കിട്ടുന്ന ഒന്നര ചാടും. റെഡി? ഓക്കെ, 1 2 3. ആ പാട്ടിൽ തന്നെ അവൻ പറയുന്നുണ്ട് തല്ലിപ്പൊളിക്കാൻ വന്നതാണ്.
കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്കിന് ഈ സ്റ്റേജൊക്കെ മാറ്റേണ്ടി വരും തോന്നുന്നു. അടുത്തതായിട്ട് ഒരു സോങ് ആണ്, നമ്മളെ വീണ്ടും പഴയ കാലത്തേക്ക് കൊണ്ടുപോവുകയാണ്. സോങ് പാടുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ മണികണ്ഠൻ ചേട്ടനെ സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും ഒരു വിഷു ആശംസകൾ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപന കണ്ണന്റെ കരളിനെ കവർന്നാതിരയെപ്പോലെ കവർന്നാതിരയെപ്പോലെ കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കണ്ണടച്ചാലും എൻ്റെ കൺമുമ്പിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കണ്ണടച്ചാലും എൻ്റെ കൺമുമ്പിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കന്മദപ്പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന കന്മദപ്പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന കസ്തൂരിമാനല്ലോ നീ. കസ്തൂരിമാനല്ലോ നീ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കർപ്പൂരമെരിയുന്ന കരിമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണു നീ.
കളിയറങ്ങിൽ കണ്ട കഥനകാവ്യം പോലെ കളിയറങ്ങിൽ കണ്ട കതിർമയിലമയന്തിനി കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ കവർന്ന രാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. താങ്ക് യു. കണ്ണൻ്റെ മനസ്സ് കവർന്നതുപോലെ തന്നെ ഞങ്ങളുടെ മനസ്സ് കവർന്നിരിക്കുകയാണ്. ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. 1984 എൻ്റെ ഗ്രാമം എന്ന ചിത്രത്തിലെ ശ്രീമൂല വിജയൻ സാർ, ശ്രീമൂല നഗരം വിജയൻ സാർ എഴുതി ശ്രീ വിദ്യാധരൻ മാസ്റ്റർ സംഗീതം ചെയ്ത ഈ പാട്ട് എല്ലാ ലൈനും തുടങ്ങുന്നത് കാ വച്ചാണ്. എല്ലാ ലൈനും ഫുൾ പാട്ട് കേട്ടവർക്ക് മനസ്സിലാവും. എല്ലാ ലൈനും കാ വെച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്തതിനും ഞങ്ങൾക്കായി അവതരിപ്പിച്ചതിനും വളരെയധികം നന്ദി. അടുത്തതായിട്ട് നമ്മുടെ നാഗ്പൂരിൻ്റെ തന്നെ ഒരു അഭിമാനമായ നമ്മുടെ മോഹൻ ചേട്ടനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. കൈയടിക്കാം. എല്ലാവർക്കും വിഷു ആശംസകൾ നേരുകയാണ്. 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കുന്ന കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്തുന്ന ഈ ഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആലപിക്കുന്നു. മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. 10 വെളുപ്പിന് മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്.
മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. കല്യാണ പെണ്ണിനും ചെക്കനിന്ന് കിള്ളിക്കുരിശിയിൽ വരവേൽപ്പ്. കല്യാണ പെണ്ണിനും ചെക്കനിന്ന് കിള്ളിക്കുരിശിയിൽ വരവേൽപ്പ്. മാപ്പിള നിറമറ പൂക്കുല പൊങ്കണി നാലും വെച്ചുള്ളൊരു വരവേൽപ്പ്. പത്തു വെളുപ്പിന് മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. മാനത്തുരാത്രി പുള്ളിപ്പുലിക്കളി മായനുണ്ടാവിൽ പാവക്കൂത്ത്. മാനത്തുരാത്രി പുള്ളിപ്പുലിക്കളി മായനുണ്ടാവിൽ പാവക്കൂത്ത്. പെണ്ണിനു രാത്രിയിൽ പൂത്തിരുവാതിര ചെക്കൻ്റെ മോറ് ചെന്ത. പത്തു വെളുപ്പിന് മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. കസ്തൂരി മുല്ല പോലെ തന്നെയായിരുന്നു ചേട്ടൻ്റെ പാട്ട്. അതിൻ്റെ പരിമളവും ഇവിടെയെല്ലാം അലയടിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ചെറിയൊരു ഡാൻസ് നമുക്കിനി കാണാം. രണ്ട് പാട്ട് കേട്ടു, പിന്നെ നമുക്കൊരു ചെറിയ ഡാൻസിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശിവന്യ ശോഭ. ഓക്കെ, അപ്പോൾ ചേക്കാം. Thank you.
യു. അടുത്തതായിട്ട് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന പാട്ട് നമുക്കായിട്ട് ശീല വിജയകുമാർ പാടുന്നു. മക്കളിങ്ങോ പാൻറ് ടൈറ്റ് ചെയ്ത് തരാം. അമ്മയെ ടൈറ്റ് ചെയ്ത് തരാം.
ചാർത്തി ഈ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിയത് നന്ദി. എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. താങ്ക് യു. ഇനി പാട്ടുമല്ല ഡാൻസും അല്ല, നമ്മുടെ സൈബറിനെ കുറിച്ച് സിംഗാടൻ ഒരു 2 മിനിറ്റ് എടുക്കത്തുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. 2 മിനിറ്റ് കൂടെ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്ത് പറയണമെന്നുണ്ട് പറഞ്ഞോട്ടെ. ഒന്നുമില്ല, ആക്ച്വലി അടുത്ത 27-ാം തീയതി സൈബറിൻ്റെ ക്ലാസ്സസ് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ലേഡീസിന് വേണ്ടിയാണ്. അപ്പം പല ആൾക്കാരും ചോദിച്ചു എന്താണ് അതിൻ്റെ കണ്ടൻസ് എന്താണെന്ന് ചോദിച്ചു. അത് പറയാൻ വേണ്ടിയാണ്. ഒന്നുമില്ല, ഇപ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നൊരു സാധനമാണ്, ഡിവൈസാണല്ലോ മൊബൈൽ. പല ആൾക്കാരും ഇപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് ഈ OTP പറഞ്ഞു കൊടുത്താലല്ലേ വിഷയമുള്ളൂ, അല്ലെങ്കിൽ വിഷയമുണ്ടോ എന്ന് ചോദിച്ചു. ആക്ച്വലി OTP പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവരെടുത്തോളൂ. ആ രീതി വന്നിരിക്കുകയാണ്. കാരണം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു OTP വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എടുക്കാനുള്ള അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട് ക്രിമിനലിൻ്റെ കയ്യിൽ. അത്രയും വരെ നമ്മൾ വന്നേക്കുകയാണ്. പിന്നെ മാത്രമല്ല, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ സ്മാർട്ട് ഫോണിൽ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നൊരു എനിക്ക് ചോദിച്ചതായിരുന്നു, നമ്മൾ ഈ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ തെറ്റിപ്പോയി, നമ്മൾ എന്ത് ചെയ്യും? അയാൾക്ക് അയച്ചു മാറി അയച്ചു. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഡിലീറ്റ് ഫോർ എവരി വൺ, അല്ലെങ്കിൽ എഡിറ്റുന്ന ഓപ്ഷൻ. ഓക്കെ, പക്ഷേ നമ്മളൊരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ സെൻഡ് കിട്ടിയ ശേഷം പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ? റീകോളല്ല, ഞാൻ അയച്ച് സെൻഡ് ക്ലിക്ക് ചെയ്തു, എനിക്കത് അയക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് മറന്നുപോയി, ചെയ്യാൻ ഒക്കുമോ? നമുക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ ഇപ്പോൾ ജിമെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് വരെ നിങ്ങൾക്ക് അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാം. പക്ഷെ അത് ഓപ്ഷൻ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഡിഫാൾട്ടില്ല, നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോയിക്കോളും. പക്ഷെ ഡിഫാൾട്ട് ചെയ്യണം. അങ്ങനെ ഒരു 100 ഓപ്ഷൻസ് ജിമെയിൽ തന്നെ മാത്രമുണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടി. ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്താം. നമ്മളിപ്പോൾ ഈ ജിമെയിലൊക്കെ നമ്മൾ പാസ്വേഡ് അല്ലാതെ ഒരു സെക്യൂരിറ്റി ഓപ്ഷനുണ്ട് ലോഗിൻ ചെയ്യാൻ. എന്താണ്? നമ്മൾ പാസ്വേഡ് അല്ലാതെ, ലോഗിനും പാസ്വേഡ് അല്ലാതെ ഒരു സെക്യൂരിറ്റി ഓപ്ഷനുണ്ട് നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ. എന്താണത്? 2FA എന്ന് പറയും, 2 ഫാക്ടർ ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്വേഡ് അല്ലാതെ OTP കൂടെ നിങ്ങളുടെ മൊബൈലിൽ വരും. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഇന്ത്യയിൽ 6 ലക്ഷത്തിൽ പരം വില്ലേജസ് ആണ്. പല സ്ഥലങ്ങളിലും മൊബൈൽ കവറേജ് ഇല്ല. അവിടെ എന്ത് ചെയ്യും? ഞാൻ സ്ഥലത്ത് പോയിട്ട് എനിക്ക് OTP കിട്ടാൻ മൊബൈലിന് റേഞ്ച് ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? ഇത് 5 വർഷം മുമ്പ് ഞാൻ ഗൂഗിളിൽ ചോദിച്ച ചോദ്യമാണ്. പക്ഷെ ഇന്ന് അതിൻ്റെ ഉത്തരവുണ്ട് ഗൂഗിളിൻ്റെ കയ്യിൽ. അറിയാമോ? ഇല്ല. ആക്ച്വലി ഇപ്പൊ പ്രീപെയ്ഡ് OTPs, നേരത്തെ OTP നിങ്ങൾ തന്നുതരും. അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ. ഞാൻ പറയുന്നത് ഒത്തിരി നമ്മൾ ഈ മൊബൈലിൽ നടക്കുന്ന ഇതിൻ്റെ ഒരു 85% ഉപയോഗം ആർക്കും ഉപയോഗം എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഞാൻ പറഞ്ഞു സെക്യൂരിറ്റി ഓപ്ഷൻസ്. ഈ മൊബൈൽ ഒരു 95% മൊബൈൽ സെക്യൂർ ആണ്. നമ്മളൊരു എന്ത് പറയുന്നത് കെയർലെസ്നെസ് അല്ലെങ്കിൽ അറിവില്ലായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെ ഇതിൽ കൂടി ചാടിക്കുന്നത്. പിന്നെ ഞാൻ നാഗ്പൂർ സൈബർ സെല്ലിൽ ആക്റ്റീവായിട്ട് ഒരു 10 വർഷത്തിൽ ഒരിക്കൽ ഇരിക്കുന്ന ആളാണ്. കാഫി കേസ് എൻ്റെ അടുത്ത് വരുന്നതാണ്. ഞാൻ 2 വർഷം മുമ്പ് അവിടെ പോയപ്പോൾ ഒരു ദിവസം നാഗ്പൂർ സൈബർ സെല്ലിൽ കിട്ടുന്ന കേസ് 10 മുതൽ 12 വരെയായിരുന്നു 2 വർഷം മുന്നേ. പക്ഷെ ഇന്ന് 130 മുതൽ 140 കേസ് പെർ ഡേ. അത് സിറ്റി സൈബർ സെല്ലിൽ മാത്രം, ഗ്രാമീൺ വേറെയാണ്. ഓക്കെ, കേസ് ഒത്തിരി കൂടുന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ് ഞാൻ ആ ക്ലാസ്സിൽ എന്നെ എൻറോൾ ചെയ്യുന്ന ആൾക്കാരോട് പറയുന്നത്, അവർ മൊബൈലിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. എനിക്ക് 21 പേരാണ്ട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പ്ലീസ് സ്മാർട്ട് ഫോൺ കൊണ്ടുവരിക. ക്ലാസ്സിൽ നിന്ന് 27-ാം തീയതി ആയിരിക്കും മിക്കവാറും ക്ലാസ്സസ്. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇത് പ്രോഗ്രാം തന്നെ എന്നോട് വ്യക്തികളോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സുബ്രത. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് മൊബൈൽ. അപ്പോൾ ഈ ഒരു ക്ലാസ് എനിക്ക് തോന്നുന്നു ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. എല്ലാവരും എൻറോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഒരു ചെറിയ ഡാൻസിലേക്ക് പോകാം. പക്ഷെ ഒരു വലിയ കലാകാരിയാണ് വരുന്നത്. സോ പ്ലീസ് വെൽക്കം തനുഷ. ജസ്റ്റ് ട്രൈ ചെയ്യാം. ശരി. I'm
Thank you so much. So graceful performance. അടുത്തതായിട്ട് നാടൻപാട്ടില്ലാതെ എന്തൊരു ആഘോഷം എന്ന് പറയുന്ന പോലെ ലതീഷേട്ടനില്ലാതെ എന്തൊരു പ്രോഗ്രാമാണ്. എവിടെ പോയി? ഇന്ത്യ പോയോ? പിടിക്ക്. മൈക്ക് അങ്ങോട്ട് വേണോ? എൻ്റെ എപ്പോഴും എങ്ങനെയാ, ഭയങ്കര ഒരു എൻട്രി, മാസ് എൻട്രി ആണ് എപ്പോഴും. ഇന്ന് വരുമോ? ഒന്നാമത്തെ സമയമില്ല. വരുന്നുണ്ടോ? ബിജിഎം ഉണ്ടോ? ബിജിഎം ഒന്ന് വേഗം വാ. ഈ ഒരു കൈകൊട്ടിന് വേണ്ടിയാണ് അദ്ദേഹം വെയിറ്റ് ചെയ്തത് കേട്ടോ. അത് നേരത്തെ ചെയ്യായിരുന്നു കയറി വന്നേനെ. ഹലോ ഹലോ.
നമസ്കാരം. ഇനി ഒരു ചെറിയ സ്കിറ്റാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. KD ആൻഡ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ചെറിയൊരു സ്കിറ്റാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ആസ്വദിക്കുക. സ്കിറ്റ് പൊളിയാണേലും കൈയടിക്കാൻ മറക്കരുത്. എവിടെയാണോ സ്ഥലം? ഒന്നും മനസ്സിലാവുന്നില്ല. ബൈപ്പാസ് കഴിഞ്ഞോ? ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ് എൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞിരിക്കുക. എന്നാലും ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്. ഓ എന്റെ പൊന്നു ചേട്ടാ, അതല്ലേ ഞാൻ ചോദിച്ചത്. ബൈപ്പാസ് റോഡ് കഴിഞ്ഞോന്ന്. ആ ബൈപ്പാസ് റോഡ് കഴിഞ്ഞ് എന്നാ നേരെ സെമിത്തേരി. സെമിത്തേരി? അയ്യോ അങ്ങനെ പറഞ്ഞ പേടിപ്പിക്കല്ലേ. ഓ അതല്ല ചേട്ടാ, ബൈപ്പാസ് റോഡ് കഴിഞ്ഞാൽ നേരെ സെമിത്തേരി. അത് കഴിഞ്ഞ ചെട്ടി കാണാം. ആരുടെ ചെട്ടി? ഓ ചേട്ടാ, ജെട്ടിയല്ല, ബൈപ്പാസ് റോഡ് കഴിഞ്ഞാൽ പിന്നെ സെമിത്തേരി, അത് കഴിഞ്ഞാൽ ബോട്ട് ജെട്ടി കാണാമെന്നാ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് ഒരു വളവുണ്ട്, അത് കഴിഞ്ഞൊരു 4ാമത്തെ വീടാണ് നമ്മുടെ വീട്. ഓ ഇപ്പൊ മനസ്സിലായി ഇപ്പൊ മനസ്സിലായി. അന്നൊരു കാര്യം ചെയ്യാം, അവിടെ എന്റെ ഒരു സുഹൃത്തുണ്ട്. അതിന് മുമ്പ് ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാം. ഓ ആരാണ് സുഹൃത്താരാണ്? ഒരു പത്മനാഭൻ. ചിലപ്പോ നീ അറിയായിരിക്കും. ഓ എനിക്ക് മനസ്സിലായി എനിക്ക് ആളെ മനസ്സിലായി. പത്മനാഭൻ എന്ന് പറയുന്നത് എന്താ പറയണ്ടേ, അദ്ദേഹം സംസാരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത്. അതന്നെ. ഓക്കെ ഓക്കെ. അതെന്താണ്, അവന് കുറച്ച് ദിവസം മുമ്പ് ഒരു പട്ടി കടിച്ച്. എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. ഓ ശരി ശരി ശരി, കണ്ടിട്ട് വേഗം എന്നാ പോലും കേട്ടാ. ഓക്കെ ശരി ശരി. കുറച്ച് സൈഡ് കൊടുത്തോട്ടെ, ആ മായ ഇങ്ങോട്ട് പൊക്കോട്ടെ. എന്താ രസമാവൂല കാണാൻ. സരിഗമ പാപ്പ ആ പായക്കൂടെ കുറച്ച് സൈഡിൽ കൊടുത്തോട്ടെ, ആ മായയുടെ കൂടെ പായങ്ങൾ പൊക്കോട്ടെ. ഈ 2 ബോധമാണ് എന്താ ഭംഗി. സരിഗമ പദ നിസരിഗമ പാപ്പ നിന്നെ ഒന്ന് കാണാൻ വന്നത് പത്മനാഭ. ഞാൻ കേട്ടു നിന്നെ പട്ടി കടിച്ച്. എന്ത് പറ്റിയ? നീ കേട്ടത് ശരിയാണെന്റെ രാഘവോ. ഞാൻ ഇന്നലെ പാരായണം കഴിഞ്ഞ് വളർത്തുനിന്ന് തെക്കോട്ടുള്ള വഴിയിൽ പടിഞ്ഞാറോട്ടിരുന്നു മൂത്രമൊഴിക്കുന്ന നേരത്ത് എന്റെ രാഘവോ, ദാക്ഷായണിയുടെ പട്ടി എന്നെ കടിച്ചെന്റെ രാഘവോ. പട്ടി നിന്നെ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കടിച്ചത്? ഒന്ന് പറയടാ പത്മനാഭ. പട്ടി പട്ടി എന്റെ കാലിൽ കടിച്ചെന്റെ രാഘവോ. പിന്നെ അതെന്റെ മുടിമേൽ കടിച്ചെന്റെ രാഘവോ. പിന്നെ ആ പട്ടി എന്റെ തുടങ്ങിൽ കടിച്ചെന്റെ രാഘവോ. പിന്നെ 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 രാഘവോ. പിന്നെ കൃഷ്ണ കൃഷ്ണ
കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കയ്യിലൂടെ തരാം. സന്തോഷമായി. പട്ടികടിച്ചിന് ഇഞ്ചക്ഷൻ എടുത്തു നോക്കട്ടെ. എടുത്തായിരുന്നു കേട്ടോ. അടുത്തത് ഒരു പഴയകാല സോങ്ങുമായിട്ട് വീണ്ടും ശ്രീ സുനിൽ സദാശിവൻ. ഹലോ.
ആടിക്കേറി കാട്ടിനുള്ളിൽ കൂടും തേടിക്കോ മല്ലീളം ഇല്ലികുളം തേനോ തെങ്ങിളനീയോ തേൻകൊടിയോ ഉള്ളിൽ വിരിഞ്ഞ നിലാവോ മല്ലീളം അപ്പോൾ പാട്ടായി, ഡാൻസായി, സ്കിറ്റായി, എന്തോന്ന് കുറവുള്ള പോലെ തോന്നില്ലേ? ഓണം ആയിക്കഴിഞ്ഞാലും വിഷു ആയാലും മലയാളികൾക്ക് മലയാളിയുടെ ഒരു തനിമ നിലനിർത്തണമെങ്കിൽ നമ്മുടെ കൈകൊട്ടിക്കളി വേണം. അപ്പോൾ ഇപ്പോൾ നമുക്കായി നമ്മുടെ മുമ്പിൽ നമ്മുടെ തനിമയെ വിളിച്ചുണർത്തുന്നതിന് വേണ്ടി വിജില, സാജൻ ആൻഡ് ഗ്രൂപ്പ് നടത്തുന്ന ഒരു കൈകൊട്ടിക്കളി നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ അവരെ എല്ലാവരെയും ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. വിജില സാജൻ, ഷീബ ലതീഷ്, ദിവ്യ രാകേഷ്, ശ്രീദേവി സയൂജ്, പുഷ്പ സോമൻ, അനാമിക പാണ്ഡെ, സാത്വിക് സാജൻ കുമാർ ആൻഡ് മണിക.
വളരെ മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പം ശരിക്കും വിഷു എത്തി എന്നതിന് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ടത് ഈ കൃഷ്ണനും രാധയ്ക്കുമാണ്. എനിക്ക് തോന്നുന്നത് ഒറിജിനൽ കൃഷ്ണൻ രാധയെ പോലെ ഇത്രയും നേരം ഇതുപോലെ നിന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അവർ രണ്ടുപേരും അത്രയധികം രീതിയിൽ അവിടെ നിന്നു. കാരണം മോളിൽ ഡാൻസ് കളിക്കുന്ന ഒരു മൂവി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ രണ്ട് കൃഷ്ണനും രാധയ്ക്കും ഒരു കൈകൊണ്ടും കൊടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കലാശക്കൊട്ടിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ആർക്കും ബോറടിച്ചില്ല, വിശക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. എന്താണേലും നമ്മുടെ അവസാനത്തെ സോങ് പാടുന്നതിനായിട്ട് ഗിരീഷ് ആൻഡ് സുനിൽ സദാശിവൻ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ. നീയും പോരാമോ
ഒരു കലാശപ്പെട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇന്ന് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും SNDPയുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു പ്രോത്സാഹന സമ്മാനം നൽകുകയാണ്. ആ ഒരു പരിപാടിയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് ഇവിടെ കലാപരിപാടികൾ അല്ലെങ്കിൽ കലാവിരുന്ന് നടത്തിയ ഓരോരുത്തരുടെയും പെർഫോമൻസ് വളരെ 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 നല്ലതായിരുന്നു. അപ്പം ആ ഒരു പെർഫോമൻസിന് ഞങ്ങൾ തരുന്ന ചെറിയൊരു പ്രോത്സാഹന സമ്മാനമാണ്. ആദ്യമായിട്ട് നമ്മുടെ 3 കുട്ടികളെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതിന് മുമ്പ് ഗണപതി വന്ദനം ചെയ്യുന്നു. അപ്പോൾ ഗണപതി സ്തുതി പാടിയ ശ്രീ ഗ്രീഷ്മ ഗിരീഷ് കൃഷ്ണൻ ഗിരീഷ് കൃഷ്ണൻ സോറിയ കൈയടിക്കുന്നേ. അടുത്തതായിട്ട് ഇനി പിള്ളേർക്ക് കൊടുത്തിട്ട് വല്ലാത്ത തരത്തിലുള്ള നമ്മുടെ 3 കുട്ടികളെ ഇവന്റിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യത്തെ അദ്വൈ കെ സോമൻ. ശിവന്യ പ്രശോഭ് കുമാർ. ഹാപ്പി വിഷു. തനിഷ കെ സുനിൽ. ശ്രീ ഗിരീഷ് കൃഷ്ണൻ. കൊച്ചുകുട്ടിയല്ലോ മാർക്ക്. ശ്രീ മണികണ്ഠൻ ചേട്ടൻ. ശ്രീ മോഹൻ ചേട്ടൻ. ശ്രീമതി ഷീല വിജയകുമാർ. ഞങ്ങളുടെ KD ഗ്രൂപ്പിന്റെ ഓണറായ ശ്രീ മോഹൻചാരി. ഇനി നമുക്ക് വിരുന്ന് നൽകിയ കൈകൊട്ടിക്കളിയിലെ ആൾക്കാരെ എല്ലാവരും ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീമതി വിജില സാജൻ, ശ്രീമതി ഷീബ ലതീഷ്, എല്ലാവരും വരിക. കൊച്ചുങ്ങൾ 2 കൃഷ്ണൻ രാധയില്ലേ, അവരില്ലാതെ എന്ത് വിഷു. ശരി, കുഴപ്പമില്ല. ബാക്കി എല്ലാവരും വരിക. ശ്രീദേവി സയൂജ്, പുഷ്പ സോമൻ, അനാമിക പാണ്ഡെ, സ്വാത്വിക് സാജൻ കുമാർ ആൻഡ് മണിക. ലതീഷ് ചേട്ടനും കൂടെ പോരും. ലതീഷ് ചേട്ടോ കൂടെ പോരും. നമ്മുടെ കൃഷ്ണൻ വരുന്നുണ്ട്. രാധ വന്നില്ല. രാധ വരിക.
ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ കൺവീനർ അല്ലെങ്കിൽ രണ്ടുപേരായിരുന്നു. ഒന്ന് ശ്രീ അഭിലാഷ് ഷാജി, അതുപോലെ തന്നെ സൂരജ്. ഈ രണ്ടുപേരും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. जो हमको साउंड सिस्टम हमारा जो वॉइस उससे भी बहुत अच्छा से जो सबको जो दिया हुआ है, हमारे जो बड़ा भैया इधर है हमारे साथ में कम से कम 1-2 साल हो गया. वो भैया को ये जो टाइम पर हम थोड़ा सा फेलिसिटेशन करने के लिए सोच रहे हैं. सो भैया प्लीज कम. थैंक यू सो मच. ഇനി നമുക്ക് എല്ലാ പ്രാവശ്യവും മഹാപ്രസാദം തരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, എങ്കിലും അവർ രണ്ടുപേരാണ്. വർഷങ്ങളായിട്ട് സക്സേനയുടെ ആൾക്കാരാണ് നമുക്ക് മഹാപ്രസാദം തരുന്നത്. അപ്പോൾ അവരുടെ രണ്ടുപേരുണ്ട്. അവർക്കും കൂടെ ഈ വേദിയിൽ നമ്മൾ ആദരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവരെ രണ്ടുപേരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ മലയാളത്തിൽ പറഞ്ഞെങ്കിൽ ആളെ വിട്ടിട്ടുണ്ടായിരുന്നു. അവർ വരും. ഭയ്യ പ്ലീസ്. जो भैया है हमको मतलब मुझसे भी ज़्यादा एक्सपीरियंस होगा भैया को, क्योंकि बहुत साल से हमको इनका हाथ से हम खा रहे हमारा जो महाप्रसाद. उसी के लिए धन्यवाद. थैंक यू सो मच. थैंक यू सो मच. आइए भाई. ये भी हमारे साथ में बहुत साल से जुड़ा हुआ है. ये भैया को भी ये जो थोड़ा सा हम आपके लिए हमारा साइड से कर रहे हैं. थैंक यू सो मच भैया. എനിക്ക് കിട്ടിയില്ല. എനിക്ക് അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ ചെറിയ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ ഒരുക്കുവാനായിട്ട് പെർമിഷൻ തന്ന SNDPയുടെ പ്രസിഡന്റ് സാറിനോട് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം ഞങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റി എല്ലാവരും ഒരുപോലെ ചേർന്ന് നിന്നാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിയത്. അതിനകത്ത് എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്തിരുന്നു. അതിന് ശേഷം ഒത്തിരി ആൾക്കാർ പുറത്തുനിന്ന് ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള സ്പോൺസർഷിപ്പ് നൽകിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ ഒരു സമയത്ത് ഞാൻ സ്മരിക്കുന്നു. എൻ്റെ SNDPയുടെയും പേരിൽ അവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ കൾച്ചറൽ കമ്മിറ്റിയുടെ ഹെഡായിരുന്ന ശ്രീ അഭിലാഷ് ഷാജിക്കും അതുപോലെ തന്നെ സൂരജനും ഈ ഒരു സമയത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ വന്ന എല്ലാവരും ക്ഷണിക്കപ്പെട്ട് വന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും SNDPയുടെ പേരിലും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. മുമ്പോട്ടും ഇതിനേക്കാളും കൂടുതൽ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളു. നന്ദി, നമസ്കാരം. മഹാപ്രസാദം റെഡിയായിട്ടുണ്ട്. എല്ലാവരും